എന്നുള്ളതാണ്. പ്രകൃതിയുടെ എൻട്രോപ്പി എന്ന നിയമത്തിനോട് അനുസരണക്കേട് കാണിക്കുക, തലച്ചോറിൻ്റെ ലേസിനെസ് റൂളിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുക, എന്നിട്ട് അതിനോട് യുദ്ധം പ്രഖ്യാപിക്കുക, അതിനെതിരെ നമ്മുടെ മനസ്സിനകത്തൊരു വീറും വാശിയും ജനിപ്പിക്കുക. ഓഹോ, പ്രകൃതിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ടോ, തലച്ചോറിന് ഇങ്ങനൊരു സ്വഭാവമുണ്ടോ, എങ്കിൽ ഞാൻ കാണിച്ചു തരാം, എൻ്റെ വിൽ പവർ അതിലും വലുതാണ് എന്ന് നമ്മളുടെ പ്രകൃതിയുടെയും നമ്മളുടെ തലച്ചോറിൻ്റെയും ഈ സ്വഭാവത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഹാർഡ് മോഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതാണ് സാധന. അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് എഫർട്ട് എന്ന് പറയുന്നത്. ഈ രീതിയിലേക്ക് ഒരു പോരാളിയായി നിങ്ങൾ മാറേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾക്കൊരു ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് പലർക്കും സാധിക്കാത്തത്. കാരണം ജീവിതത്തെ ഈ രീതിയിലൊരു പോരാട്ടമാക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സുഖമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് സുഖമായി ജീവിക്കലല്ല, പോരാടലാണ്. ആ പോരാടൽ തന്നെ ഒരു സുഖമാണ്, അതിലൂടെ കിട്ടുന്നതും സുഖമാണ്. അതിനെ ഒരു സുഖമായി എടുക്കാൻ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു റിലാക്സ് മോഡ് ലൈഫ് അല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മെത്തേഡ്. അതാദ്യം മനസ്സിലാക്കുക. റിലാക്സേഷൻ എന്നുള്ളത് ഉള്ളിലുള്ള ഒരവസ്ഥയാണ്, പക്ഷെ പുറമെ നമ്മൾ എഫർട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു വറിയർ ആയി മാറും. നിങ്ങളൊരു വാരിയറായി മാറുകയാണെങ്കിൽ ഒരു വറിയർ, ദുഃഖിച്ചിരിക്കുന്ന വ്യക്തി ആവുകയില്ല. നിങ്ങളൊരു വറിയർ ആയി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാരിയർ ആയി മാറുന്നില്ല. അതിന് നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ആ പോരാട്ടത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. ആ പോരാട്ടത്തിനോട് ഇഷ്ടമില്ലായ്മ കാരണത്താൽ നിങ്ങളെ ആ ഗ്രാവിറ്റി അത് നിങ്ങളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും വീണ്ടും അതേ മടി, അതേ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർത്താതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കുളിച്ചുകൊണ്ട്